ഹലോ എവറി വൺ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു ഡിഫറെൻറ്റ് ട്രൈപോഡ് ഡിസൈനുമായിട്ടാണ്. കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ ട്രൈപോഡ് ഡിസൈൻസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണണം. തീർച്ചയായും ഫോട്ടോസ് എടുക്കുന്നവർക്ക് എല്ലാവർക്കും നല്ലതാണ്. ഇതാണെങ്കിൽ കൂടുതലായിട്ട് സ്റ്റുഡൻസ് ആയാലും ഓൾഡ് ഏജ് ആയാലും എല്ലാവർക്കും യൂസ്ഫുൾ ആയ ഒരു ട്രൈപോഡ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇതിനാണെങ്കിൽ കുറച്ചും കൂടെ PVC മെറ്റീരിയൽസ് കുറവ് മതി മറ്റേതിനേക്കാൾ. എന്നാൽ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും കൺവീനിയൻറ്റുമായ ഒരു ഡിസൈൻ ആയിരിക്കും ഇത്. സോ നമുക്കറിയാം, നമ്മളെല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. നമുക്കറിയാം സ്റ്റുഡൻസിൻ്റെ കയ്യിൽ എപ്പോഴും ഫോൺ യൂസ് ചെയ്യുന്നത് റേഡിയേഷൻ ഉണ്ടാക്കും, അതിൻ്റെ ദോഷങ്ങളും എല്ലാം നമുക്കറിയാം. പക്ഷേ ഇന്നത്തെ ഒരു ഓൺലൈൻ ക്ലാസ്സസിൻ്റെ ഒരു ടൈമിൽ ഒരിക്കലും നമ്മളെ സ്റ്റുഡൻസ് എപ്പോഴും നോക്കിയാലും ഫോണിൽ തന്നെയായിരിക്കും. സോ ഇങ്ങനെ ഒരു ട്രൈപോഡ് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും, അല്ലെങ്കിൽ ഒരു മൊബൈൽ സ്റ്റാൻഡ് ഹോൾഡർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും മൊബൈൽ കയ്യിൽ തന്നെ പിടിക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് നമ്മുടെ ഒരു ഐ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാനായാൽ പോലും, അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ എപ്പോഴും റേഡിയേഷൻ അടിക്കാതിരിക്കാനും കുറച്ചൊരു ഡിസ്റ്റൻസിൽ നമുക്ക് മൊബൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പം ആദ്യം തന്നെ ഈ ഡിസൈൻ എങ്ങനെയാണ് ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. ഇതാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചിരുന്ന ഒരു മൊബൈൽ സ്റ്റാൻഡ് ഡിസൈൻ. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു PVC മെറ്റീരിയൽ കൊണ്ട് എങ്ങനെ നമുക്കൊരു മൊബൈൽ സ്റ്റാൻഡ് ഉണ്ടാക്കാമെന്ന്. സോ ഇന്ന് ഈ എപ്പിസോഡിൽ അതായിരിക്കും കാണിച്ചു തരാൻ പോകുന്നത്. നമുക്കിതുപോലെ ഫ്ലെക്സിബിളാണ്, ആംഗിളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഫിനിഷ്ഡ് വർക്കല്ല ഇത്. never to accept pay for kindness. ദൈവം കാണിക്കുന്നതിന് പകരം വില വാങ്ങരുതെന്ന് അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നും വേണ്ട. ഇപ്പം ഞാൻ ഈ ഒരു മൊബൈൽ സ്റ്റാൻഡിൽ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ മൊബൈലും വെച്ച് കാണിച്ചു തരുന്നുണ്ട്. സോ നമുക്ക് ഇതുപോലെ അവിടെ ഒരു ലെങ്ത്തിലുള്ള പൈപ്പിൽ ഞാൻ ജസ്റ്റ് ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് മൊബൈൽ സ്റ്റാൻഡ് ഇതുപോലെ നിൽക്കുന്നത്. ഇതിനകത്ത് മൊബൈൽ മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെ കയ്യിലുള്ള മൊബൈലോ ടാബിൻ്റെയോ അനുസരിച്ച് നമുക്ക് ഇതുപോലെ മെഷർ ചെയ്തതിന് ശേഷം നമുക്ക് ആ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ മൊബൈൽ വെക്കാനായിട്ടായാലും ടാബ് വെക്കാനായിട്ടായാലും യൂസ് ചെയ്യാം. കുറച്ച് ബാക്കിലേക്ക് ഞാനൊരു പൈപ്പ് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, പൈപ്പ് എൽബോയും കൂടെ വെച്ചിട്ട്. കാരണം അത് സപ്പോർട്ട് ചെയ്ത് ഈ മൊബൈൽ ഈ വെയ്റ്റിൻ്റെയിലാണ് നിൽക്കുന്നത്. അതിനാണ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തൊരു ഡിസൈൻ കൊടുത്തേക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എല്ലാ ആംഗിളിലും കാണിച്ചു തന്നു. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ കയ്യിലുള്ള പെയിൻറ്റ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ എൻ്റെ കയ്യിലൊരു വുഡൻ കളർ പെയിൻറ്റ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തു വയ്ക്കുന്നത്. ഇതുപോലെ ഒരു ഹോള് ലെങ്ത്തിൽ ഞാൻ മൊബൈലിൻ്റെ അനുസരിച്ച് ഒരു ലെങ്ത്തിലൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ജോയിൻറ്റ് പൈപ്പിലും അതുപോലെ തന്നെ ലെങ്ത് വൈസുള്ള പൈപ്പിലും ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലാണ് കറക്റ്റായിട്ട് മൊബൈൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതുപോലെയാണ് ഞാൻ ലെങ്ത് ചെയ്തേക്കുന്നത്. നമുക്ക് ടാബിലാണെങ്കിൽ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതുകൊണ്ട് മാത്രം ഇത് ഫിക്സ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് ഡിസൈൻ ആണെങ്കിൽ അത് ഫിക്സ് ചെയ്ത് വെച്ചാൽ മതി. PVC പൈപ്പിൻ്റെതായ തന്നെ ഗമ്മുണ്ടാവും, അത് വെച്ച് തന്നെ ചെയ്യാം. ഇതൊരു എൽബോയും ഒരു ലെങ്ത് വൈസ് എൽബോയും ഒരു ലെങ്ത്തിലൊരു പൈപ്പും
ഇതിൽ ഞാൻ ടീ ജോയിൻറ്റും അവിടെ എൽബോയാണ് യൂസ് ചെയ്തേക്കുന്നത്, അവിടെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഈ അറ്റത്ത് ഒരു എൽബോയും അറ്റത്ത് ഒരു ടീ ജോയിൻറ്റും, 2 ജോയിൻ്റാണ് ഞാൻ എന്താ ഉള്ളത്, ഒന്ന് എൽബോയും ഒന്ന് ടീ ജോയിൻറ്റും. അതിലേക്ക് നേരത്തെ കാണുന്ന പോലെ ലെങ്ത് വൈസ് ടീയിലേക്ക് ഒരു ലെങ്ത് വൈസ് പൈപ്പും ഒരു എൽബോയും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൊബൈൽ നിൽക്കാനുള്ള സപ്പോർട്ടായി. അതുപോലെ ലെങ്ത് വൈസ് ഇതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ പൈപ്പും കൂടെ ആയ കംപ്ലീറ്റ് ഡിസൈനായി. ഇത് മൊബൈലിനായാലും ടാബിലായാലും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണം. നെക്സ്റ്റ് ഞാനൊരു ടേബിളും അതുപോലെ തന്നെ സ്പൂൺ സ്റ്റാൻഡൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് കീപ്പ് വാച്ചിങ്. താങ്ക് യു.